ഇന്നിപ്പോഴേ നമ്മുടെ ഈ അടിപ്പരണ്ട ഒലിപ്പാറ എന്നൊക്കെ പറഞ്ഞൊരു ഭാഗമുണ്ട്. അയിലൂര് പഞ്ചായത്തിലാണ്, പാലക്കാട് ജില്ല അയിലൂര് ഗ്രാമപഞ്ചായത്തിലെ അടിപ്പരണ്ടയ്ക്കും ഒലിപ്പാറയ്ക്കൊക്കെ അടുത്തായിട്ട് വരുന്ന, അതായത് ഈ വീടിൻ്റെ അവിടെ നിന്ന് ഈ രണ്ട് ജംഗ്ഷനുകളിലേക്കും ഓരോ കിലോമീറ്റർ വീതമാണ് ദൂരമുള്ളത്. അപ്പോൾ ഇത് നെന്മാറ ടു മംഗലഡാം ബസ് റൂട്ടാണ്. ബസ് റൂട്ടിൽ നിന്നാവുമ്പോൾ ഈ വീട്ടിലേക്കുള്ള ദൂരം ജസ്റ്റ് ഒരു 100 മീറ്റർ ദൂരം, 100-150 മീറ്റർ നടക്കേണ്ട ദൂരം മാത്രമാണുള്ളത്. ഇതിൽ മൊത്തത്തിൽ 17 സെൻറ്റ് സ്ഥലമാണ്. അതിപ്പോൾ ഒരു 8.5 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് നിൽക്കുന്നത്. പിന്നെ ഇതാണ്ടോ ആ കോമ്പൗണ്ട് കാണുന്നതിൻ്റെ തൊട്ടപ്പുറയായിട്ടാണ് ബാക്കി സ്ഥലം കേട്ടോ. അപ്പോൾ ഈ 8.5 സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടെ ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്ന വില 31 ലക്ഷം രൂപയാണ്. അത് ചെറിയ രീതിക്ക് എന്തെങ്കിലും വില നെഗോഷ്യബിൾ കൂടെയാണ് കേട്ടോ. ഏവർക്കും തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീടിൻ്റെ പഴക്കം ജസ്റ്റ് ഒരു വർഷത്തിൽ താഴെ മാത്രമാണ്. ഈ കാണുന്ന ബസ് റൂട്ടാണ്. ഈ ബസ് റൂട്ടിൽ തന്നെയായിട്ടാണ് നമുക്കിവിടെ സ്കൂളുകളൊക്കെ വരുന്നത്. ആ വീടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 500-600 മീറ്റർ ദൂരത്താണ് സ്കൂൾ വരുന്നത്. ഒരു UP സ്കൂളുണ്ട്. ഇനിയിപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കൊക്കെ പോകണമെങ്കിൽ മംഗലഡാം പോവാം. അവിടത്തേക്ക് മംഗലഡാമിലേക്കൊക്കെ ആണെങ്കിൽ ഒരു 5 കിലോമീറ്ററും, അതല്ലെങ്കിൽ നെന്മാറ ടൗണിലേക്കാണെങ്കിൽ അതുപോലെ ഒരു 6-7 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് സ്കൂളുകളും അതുപോലെ ആരാധനാലയങ്ങളും, മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ പള്ളി, അമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവിധ സൗകര്യങ്ങൾക്കും അടുത്ത് തന്നെയായിട്ടാണ് ഈ വീടുള്ളത്. 1150 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം, അതിലൊന്ന് അറ്റാച്ച്ഡ് ഒന്ന് കോമൺ, അങ്ങനെയുള്ളൊരു സൗകര്യത്തോടു കൂടിയുള്ള പുതിയൊരു വീട് തന്നെയാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനോട് ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്നത് 8.5 സെൻറ്റും വീടിനും കൂടെ ചോദിച്ചിരിക്കുന്ന വില 31 ലക്ഷം രൂപയും അല്ല. ഇനിയിപ്പോൾ കുറച്ച് ഇതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം, അതൊരു മൊത്തത്തിൽ വഴി വേറെ ആർക്കും അവകാശമില്ലാതെ ഇവരുടെ മാത്രം വഴിയായിട്ടുള്ള വഴിയടക്കത്തിൽ 17 സെൻറ്റ് സ്ഥലം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം വരികയാണെങ്കിൽ ഒരു 36 ലക്ഷം രൂപ അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നല്ല ഏരിയയിലാണ്, നിറയെ വീടുകളൊക്കെ ഉള്ള ഒരു ഭാഗമാണ്. ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 100-150 മീറ്റർ നടക്കേണ്ട ദൂരം മാത്രമാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ബെഡ്റൂം സൈസുകളൊക്കെ വരുന്നത് 12x12 റൂം സൈസുകളൊക്കെ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇതെന്ത് പറ്റി, വീട് കയറി താമസമൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ ഉടമസ്ഥൻ, വീടിൻ്റെ ഓണർ, അദ്ദേഹത്തിന് വിദേശത്ത് ജോലി കിട്ടി, അങ്ങോട്ട് മാറി. അവിടെയാണ് ഇപ്പം അവർ ജോലിയായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ അവർ ഭാര്യയും 2 മക്കളുമായിട്ട് ഇവിടെ വീട്ടിൽ താമസിക്കുന്നു. അപ്പോൾ അവർക്ക് കുറച്ച് മാറി കുറച്ചുകൂടെ ടൗണിലോട്ട്, അതായത് അവരുടെ സ്വന്തം വീട് നമ്മുടെ ഈ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ടൗണിനടുത്ത് വരും. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ് ഇത് കൊടുക്കുന്നത്. വല്ല ബാധ്യതകളോ കാര്യങ്ങളോ മറ്റുള്ളതോ ഒന്നുമില്ല. അതുപോലെ വീടിൽ വല്ല അനർത്ഥം സംഭവിച്ചതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെയുള്ള ഒന്നുമല്ല. നല്ല വീട് തന്നെയാണ്, നല്ല രീതിക്ക് അദ്ദേഹം പണി കഴിപ്പിച്ചിട്ടുള്ള വീടാണ്. അപ്പോൾ ഇതിൽ ഒരു സിറ്റ് ഔട്ട്, നല്ല വിശാലമായ ഹാൾ വിത്ത് ഡൈനിങ്, അതുപോലെ 2 ബെഡ്റൂം, അടുക്കള എന്നീ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളത്തിനായിട്ട് ബോർവെൽ കണക്ഷനാണ് ഇതിനകത്തുള്ളത് കേട്ടോ, ബോർവെൽ കണക്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 100-150 മീറ്റർ നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ 31 ലക്ഷം രൂപയ്ക്ക് ഈ 8.5 സെൻറ്റ് സ്ഥലവും വീടും കൂടെ വാങ്ങുകയാണെങ്കിൽ അതൊരു ലാഭം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ കോമൺ ആയിട്ടൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റെയർ അകത്തൂടെ ആയതുകൊണ്ട് മുകളിൽ ഭാവിയിൽ ഒരു 1-2 റൂം എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായതിനു ശേഷം ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ ഇന്നൊന്ന് കാണാൻ പറ്റും കേട്ടോ. പാലക്കാട് ജില്ലയാണ്. വെള്ളത്തിനൊരു തരത്തിലും ക്ഷാമമില്ലാത്തൊരു ഭാഗവും, അതുപോലെ വരൾച്ച ഭീഷണിയോ അല്ലെങ്കിൽ പ്രളയകാലത്തൊക്കെ വെള്ളം കയറുന്നതായിട്ടുള്ളൊരു ഭാഗവുമല്ല. അടുത്തൊക്കെ വീടുകളുണ്ട്. ഇതിലിപ്പോൾ ഒരു 3-4 തെങ്ങിൻ തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം സ്ഥലം വാങ്ങി അവർ വീട് പണിത് പിന്നെ അങ്ങനെ കായ്ഫലമാകാറായിട്ടില്ല. കാരണം പഴക്കമില്ലാത്തൊരു വീടാണ് കണ്ടോ. നമുക്ക് എല്ലാ വണ്ടികളും സുഗമമായിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ആ മെയിൻ റോഡിൽ നിന്ന് ഈ ടാറിങ് റോഡ് നേരെ നമ്മുടെ വീട്ടിലേക്ക്, ഇതിൻ്റെ പുറകിൽ വീടുണ്ട്, വരുന്ന വഴിക്കൊക്കെ വീടുകളുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായി കാണും സുഹൃത്തുക്കളെ. ഏതാണ്ടോ ഈ സൈഡിലൂടെ അവരുടെ തന്നെയാണ് വഴി. ഈ തൊട്ട് കിടക്കുന്ന ഈ പ്രോപ്പർട്ടി അതിലേക്ക് വഴി ആ പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരെ കയറുന്ന മാതിരിയാണ്. അടുത്തൊക്കെ പുതിയ വീടുകളും അതുപോലെ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടുകളും, വീടിൻ്റെ പുറകിലേക്ക് വീടുകളൊക്കെ ഉണ്ട്. ഒറ്റപ്പെട്ടൊരു ഭാഗമല്ല. അപ്പോൾ ഈ ഒരു വിലയ്ക്ക് ഈ വീട് കിട്ടുക എന്നുള്ളത് ഒരു ലാഭം തന്നെയാണ്. അവരിങ്ങനെ ഒരു പെട്ടെന്നുള്ളൊരു അർജൻറ്റായിട്ട് കൊടുക്കാമെന്നുള്ളൊരു താല്പര്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് സെയിലിന് വെച്ചിരിക്കുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിൻ്റെ ദർശനം വരുന്നത് കേട്ടോ. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഉണ്ടോ, ഒരു 2-3 വണ്ടികളൊക്കെ വന്നാലും സുഖമായിട്ട് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഇവരിപ്പോൾ ഈ കാറ് നിർത്തിയിരിക്കുന്നത് ജസ്റ്റ് ഒരു ഓല ഷെഡ് മേഞ്ഞിട്ടാണ്. അവിടെ നമുക്ക് ഈ ഭാഗത്ത് ഇതുപോലൊരു ഷീറ്റ് ഇറക്കുവാണെങ്കിൽ നമുക്കിതുപോലെ വണ്ടിയൊക്കെ നിർത്താനും അതിൽ മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും.
ഇനിയിപ്പോൾ മുകളിൽ നമുക്കൊരു 1-2 റൂം ഭാവിയിൽ എടുക്കുകയാണെങ്കിലും ആ രീതിക്കാണ് ഇതിൻ്റെ അടിത്തറയുടെ നിർമ്മാണമൊക്കെ ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ചുറ്റുഭാഗവും ഇതിന് മതിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കവുങ്ങും തൈയും അതുപോലെ 1-2 തെങ്ങും തൈകൾ 3-4 തെങ്ങും തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള കേടുപാടുകളും ഒന്നുമില്ലാത്ത നല്ലൊരു വീടാണ്, പുതിയ വീട് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ലോൺ എടുത്തിട്ട് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ലോൺ കിട്ടാൻ അർഹരായിട്ടുള്ള ആൾക്കാർക്ക് താമസിക്കുന്ന വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ലോൺ കിട്ടാൻ അർഹരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ആ രീതിക്ക് നമുക്ക് ലോണോട് കൂടെയും ഈ വീട് വാങ്ങാവുന്നതാണ്. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇവിടെ ഒരു വർക്ക് ഏരിയ എടുക്കാനുള്ള ഇതിലിപ്പോൾ നിലവിൽ വർക്ക് ഏരിയ ഇല്ല. അപ്പോൾ വർക്ക് ഏരിയ എടുക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ അടിത്തറ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചുമര് ഭാഗം കെട്ടിയിട്ട് പിന്നെ ഷീറ്റ് ഇറക്കിയിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ പോലെ എടുക്കാനോ വിറകടുപ്പ് കത്തിക്കാനുള്ള ഒരു വർക്ക് ഏരിയ എടുക്കാനുള്ള അങ്ങനെയുള്ള അടിത്തറയൊക്കെ ഇട്ട് വെച്ചിട്ട് അതൊക്കെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നു. കണ്ടോ, നമുക്ക് നല്ല ബോർവെൽ കണക്ഷൻ, ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു ഏരിയയാണ്, ഡ്രൈ ആയിട്ടുള്ളൊരു ഏരിയ അല്ല, അതുപോലെ വെള്ളം കയറുന്ന ഭൂമിയല്ല കേട്ടോ. അപ്പോൾ ഈ സ്ലാബ് മതിലിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് ബാക്കി സ്ഥലവും കിടക്കുന്നത്. അപ്പോൾ ഇതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം തന്നെ ആയതുകൊണ്ട് ഭാവിയിൽ നമ്മൾ ഇനിയിപ്പോൾ അതിന് ആ സ്ഥലത്ത് ഒരു ചേട്ടനിയന്മാരായിട്ടാണ് ഈ വീടും സ്ഥലവും കൂടെ ഒരുമിച്ച് മേടിക്കുന്നതെങ്കിൽ അതിലൊരു വീട് പണിയാനുള്ള സൗകര്യത്തോട് കൂടാതെ അതും കറക്റ്റ് സ്ക്വയർ ആയിട്ട് കിടക്കുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. ഈ സ്ഥലം കറക്റ്റ് സ്ക്വയറായിട്ട് തന്നെയായിട്ടാണ് ഇതിനോട് ചേർന്ന് ഇതിൻ്റെ ബാക്കി സ്ഥലവും കിടക്കുന്നത്. അപ്പോൾ ഇത് ഒന്നിച്ച് വാങ്ങുകയാണെങ്കിൽ ആ സ്ഥലം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. മാർക്കറ്റിൽ പിന്നീട് മുറിച്ച് അത് അങ്ങനെ ഒന്നിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗം മാത്രമായിട്ട് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിനും കൂടെ ഉപകരിക്കുന്ന രീതിക്കാണ് ആ സ്ഥലം ഉള്ളത്. നല്ല നിരപ്പായി കിടക്കുന്ന സ്ഥലം, വെള്ളത്തിന് ഒരു തരത്തിലും ക്ഷാമമില്ലാത്ത ഭാഗം. എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.